ഒരു വലിയ സ്റ്റേജും വലിയ ഓഡിയൻസിലൊക്കെ കയറാൻ പറ്റുന്ന, ഇരിക്കുന്ന ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഇതൊരു മുതൽക്കൊണ്ട് തന്നെയാണ് ഉൾപ്പെടുത്തുന്ന തുടങ്ങിയത്. ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അതിൽ നല്ലൊരു കൂട്ടായ്മയിലൂടെ ഇത് ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഉപകാരപ്രദമായ രീതിയിലുള്ള നിർമ്മിച്ച ഇദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അതിന് പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഓണേഴ്സായ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും ഈ ചടങ്ങിൽ, ഈ വലിയൊരു ചടങ്ങിൽ എനിക്ക് പങ്കാളിയാകുന്നതിൽ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൊല്ലം തിരുവനന്തപുരം ഒരു പോളക്കം നടക്കാതെ ഓടി നടന്ന കുറേ കാലങ്ങളുണ്ടായിരുന്നു. ആ കാലങ്ങളെല്ലാം ഈ ഓഡിറ്റോറിയം കാണുമ്പോൾ ഓർമ്മ വരുന്നു. എനിക്ക് വളരെ സന്തോഷപ്പെട്ടു. അതുപോലെ എനിക്ക് ഷിഹാസ് എനിക്ക് വളരെ അടുത്ത സുഹൃത്താണ്. വളരെ സന്തോഷപ്പെട്ടു. ഒരുപാട് നേട്ടങ്ങളും നന്മകളും ഈ ഓഡിറ്റോറിയത്തിന് അറിയുകയാണ്. നന്ദി. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. എനിക്കൊന്നും നമ്മൾ പലപ്പോഴും ഈ സിനിമയ്ക്ക് പിന്നിൽ ഹരിശേഷം എന്ന് പറയുന്ന മനുഷ്യനെ കാണുന്നത് നല്ലൊരു ദൈവസ്നേഹിയായിട്ട്, മനുഷ്യസ്നേഹിയായിട്ട്, അച്ഛനായിട്ട്, സഹോദരനായിട്ടൊക്കെയാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടാണ്. ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ സമയം കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹം അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളിങ്ങനെ വന്നിവിടെ താങ്കൾ കാത്തിരിക്കുന്ന സമയത്തൊക്കെ കുറേ ചോദ്യങ്ങൾ അർജുൻ വരുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ മക്കൾ സിനിമയിലേക്ക് വന്നൊരു സമയം കൂടിയാണ്. പക്ഷെ ഒരു അവകാശവാദവും ഇല്ലാതെ ഒരു കൊച്ചു താരം ഉദയം കൊള്ളുന്നത് നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നത് ഒരുപക്ഷെ കുറെ കഴിഞ്ഞാണ്. ഹരിശേഷവന്റെ മകനാണ് അർജുൻ പോലും അറിഞ്ഞു വരുന്ന രീതിയിൽ വന്ന് ഇന്ന് ദൈവാദിനം ഇത്രയും തിളങ്ങി നിൽക്കുന്നത്. എല്ലാ വേദിയിലും അർജുൻ പറയാറുണ്ട് അച്ഛൻ്റെ കാര്യം. എനിക്കൊന്ന് ഒരു ഇന്റർവ്യൂ പോലും അർജുൻ അശോക് ചേട്ടൻ്റെ കാര്യം പറയാതെ പോകുന്നില്ല. നല്ലൊരു കൈയ്യടി കൊടുക്കുക. കാര്യം നമുക്കത് പക്ഷേ ഇന്നത് ശീലമില്ലാത്തൊരു കാര്യമാണ്. മറ്റുള്ളവരെ കമ്പനികൾ പറയുകയല്ല. എന്നാലും അശോകന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് അത്. എന്താണ് അർജുനെ പറ്റി എന്തെങ്കിലും ഞങ്ങൾ കൂട്ടുകാരോട് നേരിട്ട് പറയാനുള്ളത്? ഒരു നടനം അർജുനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ അവനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അർജുൻ ആരാണെന്നും അർജുൻ എന്താണെന്നും അവൻ ഓരോ സിനിമയിലൂടെയും അവൻ്റെ ഓരോ ഇന്റർവ്യൂയിലൂടെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിലുപരി ഇനി അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. അത്ര ഭംഗിയായിട്ട് മനോഹരമായിട്ട് അവനത് പറഞ്ഞിട്ടുണ്ട്. അവന് വീടെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവനെന്തോ അമ്മ, അവൻ്റെ അച്ഛനായ ഞാൻ, അവൻ്റെ സഹോദരി, പിന്നെ അവൻ്റെ ഭാര്യ, കുട്ടി, സഹോദരിയുടെ ഭർത്താവ്, കുട്ടി, ഞങ്ങളെല്ലാം കൂടുന്നൊരു കോടതിയാണ്. ഞങ്ങളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന വീട്ടിൽ ഞാനെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കൊരു തീരുമാനം എടുക്കാറില്ല. ഇപ്പോൾ അവരൊക്കെ മെച്ചൂർഡാകുന്നവരെ ഞാൻ എടുത്തിരുന്നു. ഇനിയിപ്പോൾ പണ്ട് മമ്മൂക്കൊക്കെ അടുത്ത് പറഞ്ഞ പോലെ നമ്മളുടെ വിരലിൽ പിടിച്ചാണ് അവരെയൊക്കെ നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ പിറകെ നമ്മൾ പോകണം. കാരണം നമ്മളെക്കാൾ അപ്ഡേഷൻസ് കൂടുതലാണ് അവർക്ക്. അതുപോലെ തന്നെയാണ് എൻ്റെ മോനും. അവർ പറയുന്നതുകൊണ്ട് നമ്മൾ വിലയിരുത്തുകയാണ്. നമ്മളെക്കാൾ ചിന്തകൾ കൂടുതലാണ് അവർക്ക്. അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഒരു തെറ്റും ചെയ്യില്ല എന്ന നല്ല വിശ്വാസമുണ്ട് എനിക്ക് മകനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്കും അവൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. പിന്നെ അവൻ അഭിനയിച്ച സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ തലവരെയാണ് അവൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഞാൻ അത്രയും ഡിഫറെൻ്റായിട്ട് അവൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. അതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊന്നുമില്ല, ഞങ്ങളുടെ തലവരെ പറ്റി പറയാമല്ലോ. ലോകത്ത് ഹോളിവുഡ് അടക്കം ലോക സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഇത്രയും ജീവനോടെ നൽകി. അപ്പോഴും അർജുന്റെ വാദം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല, സംവിധായകൻ പറഞ്ഞതുപോലെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത്ര ഇതുവരെ തലവരെ കാണാത്തവരുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് അല്ലേ. അതുപോലെ അത്ര മനോഹരമായ സിനിമയാണ്. എനിക്ക് ഒരു സംശയം തോന്നുന്നില്ല, ഞങ്ങൾക്കൊക്കെ ഉള്ള സംശയമാണ് പ്രേക്ഷകർക്ക്. അർജുൻ ഇത്രയും കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളത്തിൽ ഇങ്ങനെ തെളിവുകൾ യുവതാരമാവുമ്പോൾ ഹരിശ്രീ അശോകൻ ഇനി 201 എന്ന് പറയുന്ന സിനിമകളിലേക്ക് വീണ്ടും വരുമ്പോൾ സീരിയസ് കഥാപാത്രങ്ങളായിരിക്കുമോ അതോ പഴയ കോമഡി ഞങ്ങൾക്ക് കിട്ടുമോ? ഞാനിനി 201 സിനിമ ചെയ്യുന്നില്ല. കാരണം 340 സിനിമ കഴിഞ്ഞു. എൻ്റെ അത് പഠിക്കാതെ പഠിച്ചത്
അല്ല 340 സിനിമയാകുമ്പോൾ ഞാൻ 201 സിനിമ ഏതാ ചെയ്യാമെന്ന് ഞാൻ എന്ത് പറയും. 40 വർഷമാകാൻ പോകുന്ന ജനുവരിയിൽ സിനിമയിൽ വന്നിട്ട് ഞാൻ ഇപ്പോഴും എന്ത് കിട്ടിയാലും എന്ത് വേഷം കിട്ടിയാലും ചാടി ചെയ്യുന്നതാണ്. പണ്ട് അങ്ങനെ എല്ലാ സിനിമകളും കിട്ടുന്ന ചെയ്ത് അന്ന് സിനിമ അഭിനയിക്കാത്ത കൊതി മാത്രമല്ലായിരുന്നു. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. 9 മക്കളായിരുന്നു ഞങ്ങൾ. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന പട്ടിണിയും ദാരിദ്ര്യവും ഞങ്ങൾ 2 കൂട്ടുകാരുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം വേച്ചുകൊണ്ട് പോകാനായിട്ട് എൻ്റെ ഒരു വരായികയായിരുന്നു അന്ന് ഏറ്റവും വലുത്. അന്നോട്ട് കുറേ സിനിമകൾ നിർത്താതെ വീട് കാണാതെ ഒക്കെ ഞാൻ സിനിമകൾ ചെയ്ത് കുറേയൊക്കെ പൈസയൊക്കെ ഉണ്ടാക്കി ഒരുപാട് പേരെ സംരക്ഷിച്ചു, ഒരുപാട് ദാനം ചെയ്തു. എല്ലാം അതൊരു അത് എൻ്റെ മോനും ഇപ്പം അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാനുള്ള കൊതി കൊണ്ടാണ് ഒന്ന് വലിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 7 പടമായിട്ട് ഇറങ്ങാനുണ്ട്. അതെല്ലാം ഡിഫറെൻ്റായിട്ടുള്ള വേഷങ്ങളാണ്. അതിനിടയിൽ കൂടി കോമഡി ചെയ്യുന്നുണ്ട്. പണ്ട് ദിലീപ് ഞാനും കൂടി അഭിനയിച്ചതുപോലുള്ള വേഷങ്ങൾ 2 ചെയ്ത് കഴിഞ്ഞു. ദിലീപ് ആയിട്ടില്ല, എൻ്റെ കൂടെ വന്നിട്ടില്ല, അത് അഭിനയിച്ചിട്ടില്ല. ഞാനും ദിലീപും കൂടി സിനിമകൾ വരും. ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ദിലീപിനുണ്ടാവും ചിലപ്പോൾ. കോമഡി ഒന്നും ഞാൻ വിട്ടിട്ടില്ല, വിടേയില്ല. പഴയ അശ്വതം ഒരിക്കലും മരണം വരെ ഞാൻ വിട്ടില്ല. എന്തായാലും കോമഡി സിനിമകൾ 2 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ്. കാരണം പഞ്ചാബി ഹൗസ് പോലെയുള്ള സിനിമകൾ എന്ന് പറയുന്നത് വീടിന് പേരിട്ടത് പഞ്ചാബി ഹൗസ് എന്നാണ് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു സഹോദരന്റെ കാര്യം എന്ന് പറയുന്നത് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും കഥാപാത്രങ്ങൾ പഞ്ചാബി ഹൗസിലെ ആ കഥാപാത്രത്തിന് കിട്ടിയ ഒരു പ്രശസ്തി തന്നെയാണ് ഹരിശേഷോകനെ പിന്നീട് മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാലും പറയാം. ഒരുപാട് തീർച്ചയായിട്ടും ഈ ഒരു ഓഡിറ്റോറിയം അടക്കം പറഞ്ഞപ്പോൾ എപ്പോഴെങ്കിലും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരുപാട് പ്രോഗ്രാം ചെയ്ത ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഓഡിറ്റോറിയം ജസ്റ്റ് സ്ഥലമെങ്കിലും പറഞ്ഞാൽ മതി. ഒരുപാട് ഷോസ് കലാഭവന്റെയും അരിശ്രീയുടെയും ഒക്കെ ചെയ്യുന്ന ഓഡിറ്റോറിയം നമുക്ക് മറക്കാൻ നമ്മുടെ വേൾഡിൽ ഒരുപാട്, ഇവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ 10-30 രാജ്യങ്ങളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ബോംബെയിലെ സ്റ്റേജൊക്കെ വലിയ സ്റ്റേജ്. അന്ന് നമ്മുടെ അത്ര സ്റ്റേജുകൾ വേദികൾ അത്ര വളർന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ പണിയുന്ന ഓഡിറ്റോറിയം ഒക്കെ ഗംഭീര ഓഡിറ്റോറിയം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഫുൾ ആള് കയറി കഴിഞ്ഞാൽ ഈ എക്ക പോലും ഉണ്ടാവില്ല, അബ്സോർവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഫുള്ളല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത്. അതിന് സ്റ്റേജിൽ മോണിറ്റർ കുറച്ച് കുറവുണ്ട്. അത് 2 വെച്ചത് ഇവിടെ പുറത്തുണ്ടെങ്കിൽ കുറച്ച് ഫീഡ്ബാക്ക് ഉണ്ടായത്. പക്ഷെ ആള് കയറിയാലും ശരിക്കും ഓഡിറ്റോറിയത്തിലെ ക്വാളിറ്റി അല്ല പറയുന്നത്. ഈ നല്ല ഓഡിറ്റോറിയം, ഗംഭീര ഓഡിറ്റോറിയം. നല്ലൊരു പേര് നമ്മുടെ എനിക്ക് ഷിയാബിനോട് പറയാനുള്ള കാര്യം ഷിയാബ് വിളിച്ചാൽ എന്ത് പരിപാടി വേണോ ഷിഹാബിനോട് പറഞ്ഞാൽ മതി. ഇത്രയും കൃത്യനിഷ്ഠമായിട്ട് ഒരു ഗംഭീരമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ ഏരിയയിൽ കണ്ടിട്ടില്ല. ഷിഹാബിന് സെലക്ട് കൊടുക്കും. ഷിഹാബ് വിളിച്ചാൽ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഞാൻ സ്റ്റേജുകളൊന്ന് പ്രോഗ്രാം നടത്തും. ഡെഫിനറ്റ് സംശയം. ഞങ്ങൾക്ക് ഇനി TK കൺവെൻഷൻ സെന്ററിൽ അർജുന ശോകനെയും ഹർഷ ശോകനെയും ഒരുമിച്ച് കാണുമല്ലോ. അങ്ങനെ കാശ് രണ്ടുപേരും. അപ്പൊ മുമ്പേ പറഞ്ഞ ഡയലോഗൊക്കെ വായിച്ചു കളഞ്ഞു. അല്ല, നേരത്തെ അന്ന് അങ്ങനെ ഇപ്പൊ വരാൻ പറ്റില്ല. ഞാൻ വരും തീർച്ചയായിട്ടും. ഷിഹാബാണ് എൻ്റെ ആള്. ഷിഹാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, ഞങ്ങൾ സിനിമാക്കാർക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. ഞങ്ങളെ എങ്ങനെയെങ്കിലും, ഞാൻ നല്ല തിരക്കിൽ നിൽക്കുന്ന സമയമാണ്, കൃഷ്ണ പടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ അവിടെ എത്തിയത്. അത് ഷിഹാബായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ വന്നപ്പോൾ ഇത്രയും നല്ലൊരു ഒടുക്കത്തെ പരിപാടിക്ക് വന്നത് സന്തോഷം വരാതിരുന്നെങ്കിൽ നഷ്ടമായി പോയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഷിഹാബ് പറഞ്ഞാൽ ഞാൻ എന്തായാലും വരും, ഡെഫിനറ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ശ്രീ ഹർഷോകൻ. ഈ ഒരു സ്നേഹത്തിന് ഞങ്ങൾ എന്ത് തന്നാലും അറിയാവില്ല. എന്നാലും ഈ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം ആർ സൈഡ് TK കൺവെൻഷൻ സെന്ററിന്റെയും TK ഷോപ്പിംഗ് സെന്ററിന്റെയും മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് പൊന്നാട അണിയിച്ച ഈ താരത്തെ ഈ വേദിയിൽ ഇദ്ദേഹം ഇത്രയും മനോഹരമായത് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പോത്തൻകോടിലെ അഭിമാനമായ TK കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തിലെത്തിയ ശ്രീ ഹർഷി അശോകന് നമ്മുടെ ഇതിന്റെ സ്വന്തം തുളസീധരൻ പിള്ളയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. സെന്ററിലേക്ക് തന്നെ ഒരു ഫോട്ടോയ്ക്കൂടെ ഫേവർ ചെയ്ത് ഒന്ന് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഇതെല്ലാം നമുക്ക് മെമ്മറീസ് ആയിട്ട് വേണം. സോ അതുകൊണ്ട് ഒന്ന് ഫ്രണ്ട് സൈഡിലേക്ക് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഹരിശേഷ് സർ. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മുടെ TK കൺവെൻഷൻ ഷോപ്പിംഗ് സെന്ററിന്റെ ഇനാഗുറേഷൻ സെറമണിക്കിടയിൽ ചേർന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകൾ തന്നെ നമുക്ക് വേണ്ടിക്ക് സമ്മാനിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഗുഡ് വേർഡ്സ് ആൻഡ് യുവർ പ്രസൻസ് ടു. താങ്ക് യു. ഒരു കൈയ്യടി നൽകാതെ നമ്മൾ ഈ ഒരു മൊമെന്റിൽ വിളിച്ച അദ്ദേഹത്തിനോട് ചേർന്നവന് താങ്ക് യു സോ മച്ച്. ഈ
ഇൻവൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ TK കൺവെൻഷൻ ആൻഡ് ഷോപ്പിംഗ് സെന്ററിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ 2000 സീറ്റ് കപ്പാസിറ്റിയുള്ള ഒരു മെയിൻ ഹാൾ, അതുപോലെ തന്നെ 1000 സീറ്റ് കപ്പാസിറ്റിയുള്ള ഡൈനിങ് ഹാൾ, കൂടാതെ 700 സീറ്റ് കപ്പാസിറ്റിയുള്ള പാർട്ടി ഹാൾ, അതോടൊപ്പം തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം, അങ്ങനെ തുടങ്ങി എല്ലാവിധ അത്യാധുനിക സൗകര്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ TK കൺവെൻഷൻ ആൻഡ് ഷോപ്പിംഗ് സെന്റർ ഇവിടെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൽ തന്നെ ഉപരി നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നമുക്ക് ഇനി കൈകോർക്കുന്നത് ഇവിടെ ഈ ലോകത്തിന്റെ നിലവാരത്തിലുള്ള കൺവെൻഷൻ സെന്റർ TK കൺവെൻഷൻ സെന്റർ ആൻഡ് ഷോപ്പിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നമ്മുടെ നാടിന് സമർപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഇപ്പോൾ നമ്മുടെ അതിഥികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ചെറുതും വരുന്നു ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ചടങ്ങുകൾക്ക് ഇവിടെ ഒരു തുടക്കം കുറിക്കുകയാണ്. നല്ലൊരു കയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു നിമിഷം വരുന്ന ചെയ്യാവുന്നതാണ്. ഫൈനലി നമ്മുടെ TK കൺവെൻഷൻ ആൻഡ് ഷോപ്പിംഗ് സെന്ററിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾക്ക് നായുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ദീപകേശ്വരുണ്ട്. സ്വപ്നങ്ങളും ആഘോഷങ്ങളും കൈകോർക്കുന്ന ലോകോത്തര കൺവെൻഷൻ സെന്റർ ഇനി പോത്തൻ റോഡിന് സ്വന്തം. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സമീപം വെഞ്ഞാറമൂട് റോഡിലുള്ള ഈ പോത്തൻ റോഡിൻ്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള കൺവെൻഷൻ സെന്റർ ആൻഡ് ഷോപ്പിംഗ് സെന്റർ ഏത് കാലാവസ്ഥയിലും സുഖകരമായ അന്തരീക്ഷം നൽകുന്ന രീതിയിൽ ഫുൾ എയർ കണ്ടീഷനോടുകൂടി ഒരേ സമയം 2000 പേർക്ക് ഇരിക്കാവുന്ന സീറ്റ് കപ്പാസിറ്റിയും 1000 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഡൈനിങ് ഹാളും നമ്മുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അതുപോലെയുള്ള ചെറുതും വലുതുമായ വിശേഷങ്ങൾ ഉതകുന്ന 700 പേർക്ക് ഇരിക്കാൻ പറ്റിയ മിനി ഹാളും TK കൺവെൻഷൻ സെന്റർ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കൊച്ചു കൊച്ചു ആഘോഷങ്ങൾ മുതൽ തുടങ്ങുകയും വലിയ വലിയ ആഘോഷങ്ങൾ പോത്തൻകോട് ക്ലർക്കായിട്ട് ഓപ്പൺ ചെയ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി താഴത്ത് ചേർന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമ്മുടെ TK കൺവെൻഷൻ ആൻഡ് ഷോപ്പിംഗ് സെന്ററിന്റെ ഇനാഗുറേഷൻ സെറമണിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റുള്ള വ്യക്തികളെല്ലാവരും വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.